ഓണച്ചിന്തകൾ. മലയാളികളുടെ മനസ്സിനെ എക്കാലവും ഒരു ഗൃഹാതുരത്വം കൊടുക്കുന്ന ചിന്തയാണ് ഓണം. കേരളത്തിന്റെയും മലയാളിയുടെയും ദേശീയ ഉത്സവമാണ് ഓണം. ചിങ്ങമാസത്തിൽ അത്തം മുതൽ തിരുവോണം വരെയാണ് ഓണാഘോഷങ്ങൾ, നമുക്ക് എല്ലാവർക്കും അറിയാം. തിരുവോണ നാളിൽ മഹാബലി തമ്പുരാൻ തന്റെ പ്രജകളെ കാണുവാൻ എത്തുമെന്നാണ് കേരളീയരുടെ വിശ്വാസം. സ്നേഹത്തിന്റെയും ഒരുമയുടെയും നന്മയുടെയും പ്രതീകമായിട്ട് ഓണത്തെ നമുക്ക് കണക്കാക്കാം. ഓണക്കോടി, ഓണസദ്യ, ഓണപ്പൂക്കളം എല്ലാം മലയാളികൾക്ക് ഒരു പുതിയ ഉണർവിന്റെ ഊർജം നൽകുന്നവയാണ്. നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഒരു ചൊല്ലാണ് കാണം വിറ്റും ഓണം ഉണ്ണണം. ഇതാണ് മലയാളികളുടെ ഒരു വിശ്വാസം, അല്ലേ? എത്ര കഷ്ടപ്പാടിലാണെങ്കിലും ഓണസമയം സന്തോഷമായിട്ട് കൊണ്ടാടണം എന്നുള്ളതാണ് മലയാളിയുടെ ചിന്ത. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രോവർബ് തന്നെ വന്നിരിക്കുന്നത്. അപ്പോ നമ്മൾ കേട്ട് തഴമ്പിച്ച ഒരു കാര്യമാണ്. കാരണം ഇന്ന് എത്ര പാവപ്പെട്ടവനും ധനവാനും എല്ലാം ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം. നമ്മൾ കേട്ടിട്ടുള്ള ഒരു വളരെ പ്രചാരമുള്ള, വളരെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു പാട്ടാണ് മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിച്ചിടും കാലം ആപത്തെങ്ങാർക്കുമൊട്ടില്ലതാനും. അല്ലെ? വളരെ മനോഹരമായിരിക്കുന്ന ഒരു ഭരണകാലത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ വരികൾ. നമുക്ക് എല്ലാവർക്കും അറിയാം അത്. കാരണം ഇന്ന് നമ്മൾ ആ ഒരു കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ എന്ന് പോലും മലയാളി ചിന്തിച്ചു പോവാറുണ്ട്. കാരണം അത്ര എന്താ പറയാ, ആപത്തെങ്ങാർക്കും, ഇന്ന് ആപത്തുകളുടെ ഒരു ഘോഷയാത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു യുഗം എന്ന് പറയുന്നത്. ഇന്നത്തെ കലിയുഗത്തില് നമുക്കറിയാം ഓരോ ദിവസവും നമ്മൾ ആപത്തുകളുടെ ഒരു ശൃംഖല, അപകടങ്ങള്, ഉരുൾപൊട്ടലുകള് എല്ലാം നമ്മൾ കണ്ടും കേട്ടും മലയാളി മനസ്സുകൾ മരവിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. അപ്പൊ വളരെ മനോഹരമായിരിക്കുന്ന ഒരു ഭരണകാലം നമുക്ക് ഉണ്ടായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഈ വരികൾ. മലയാളികൾക്ക് ഒത്തുചേരാനുള്ള ഒരു ആഘോഷ കാലം കൂടിയാണിത്. ഇപ്പൊ കേരളം ഭരിച്ചിരുന്ന നീതിമാനായ ഒരു ചക്രവർത്തി, ആ ചക്രവർത്തിയുടെ പേരാണ് മഹാബലി ചക്രവർത്തി, അല്ലെ? കള്ളം, ചതി, വഞ്ചന, കള്ളപ്പണം, ആപത്തുകള്, ബാലമരണങ്ങള്, ആദിവ്യാധികള് ഒന്നുമില്ലാത്ത സ്വപ്ന തുല്യമായിരിക്കുന്ന ഒരു ഭരണകാലമാണ് മഹാബലി ചക്രവർത്തിയുടേത് എന്ന് നമ്മുടെ പുരാണങ്ങൾ പറയണു. മനുഷ്യരെല്ലാവരും ഒരുപോലെ ധർമ്മിഷ്ഠരായി സന്തോഷത്തോടു കൂടി കഴിഞ്ഞ ആ കാലത്ത് മഹാബലി ചക്രവർത്തി നടത്തിയ ഒരു യാഗം, ആ യാഗത്തിൽ വിശ്വജിത് യാഗം എന്നാണ് യാഗത്തിന്റെ പേര്. ഒരു എല്ലാ ദേവതകളും സംബന്ധിച്ചു. ആ യാഗത്തിൽ പങ്കെടുക്കാൻ വരുന്ന എല്ലാവർക്കും എന്തെങ്കിലും ദാനം കൊടുക്കണമെന്നാണ് നിയമം. അപ്പോ ആ ദാനത്തില്, ആ ഒരു ദാനം വാങ്ങാൻ വേണ്ടി സാക്ഷാൽ മഹാവിഷ്ണു വാമനമൂർത്തിയായിട്ട് അവിടെ വന്നുവെന്നും 3 അടി മണ്ണ് ദാനമായിട്ട് ആവശ്യപ്പെട്ടുവെന്നും ദാനശീലനായ മഹാബലി അത് സമ്മതിച്ചുവെന്നും വാമനൻ ത്രിവിക്രമ രൂപിയായിട്ട് ഭൂമിയും സ്വർഗവും 2 അടി കൊണ്ടളന്ന് 3-ാമത്തെ അടി മഹാബലിയുടെ ശിരസിൽ വെച്ചുവെന്നും മഹാബലിയെ പാതാളത്തിലേക്ക് താഴ്ത്തപ്പെട്ടു എന്നതുമാണ് പ്രചരിച്ചിരിക്കുന്ന കഥ. നമ്മളെല്ലാം വളരെ ചെറിയ കുട്ടിക്കാലം മുതൽ സ്കൂള് വിദ്യാഭ്യാസം മുതൽ ഓരോ മലയാളികളും പഠിച്ചിരിക്കുന്ന കഥയാണ് ഇതല്ലേ. അപ്പോ മഹാബലി ഒരു ആവശ്യം ഉന്നയിച്ചു വാമനമൂർത്തിയോട്, തനിക്ക് ആണ്ടിൽ ഒരു ദിവസം തിരുവോണം നാളില് തന്റെ പ്രജകളെ കാണാൻ അനുവദിക്കണം. അപ്പോ ആ അപേക്ഷ വിഷ്ണു ഭഗവാനായ വാമനമൂർത്തി കൈക്കൊണ്ടുവെന്നും ആ അനുഗ്രഹം കൊടുത്തുവെന്നും അങ്ങനെ ബലിചക്രവർത്തി മലയാള മണ്ണിൽ തന്റെ പ്രജകളെ കാണാൻ വരുന്നു എന്ന സങ്കല്പം, അതാണ് ഈ തിരുവോണ സങ്കല്പം. ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടുള്ള ചില വസ്തുക്കളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് പങ്കുവെക്കുന്നത്. ഞാൻ എൻ്റെ ഉള്ളിൽ വന്ന ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ശരിയായിരിക്കാം, തെറ്റായിരിക്കാം, എങ്കിലും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ മിഥ്യാധാരണകളും മറ്റുള്ളവർ പ്രചരിപ്പിക്കുന്ന വ്യാജ പ്രചരണങ്ങളും ചെറുത്തു നിൽക്കണമെങ്കിൽ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലെ? ഓണം നൂറ്റാണ്ടുകളായിട്ട് മലയാളികളുടെ ഭാഗമായി തീർന്ന ഒരു ഉത്സവമാണ്. ലോകത്ത് എവിടെയാണെങ്കിലും ഒരു ഗൃഹാതുരത്വ ഭാവമാണ് ഓണം നമുക്ക് തരുന്നത്. വള്ളംകളി, അത്തപ്പൂക്കളം, ഓണത്തല്ല്, ഓണസദ്യ എല്ലാം മലയാളികളുടെ മാത്രം സ്വന്തമായിട്ടുള്ള വാക്കുകളാണ്. അനേക ഗുണവശങ്ങളും കൂട്ടിച്ചേർക്കലുകളും എല്ലാം ചേർന്നതാണ് ഈ ഓണസങ്കല്പം എന്ന് പറയുന്നത്. വളരെ വികലമായി മാവേലി എന്ന് പറയുന്ന ചില രൂപങ്ങളുടെ പ്രദർശനങ്ങൾ, വാമനനെ വളരെ ഹാസ്യപരമായിട്ട് ചിത്രീകരിക്കുന്ന വേദികൾ,
എല്ലാം ഇന്ന് നമുക്ക് കേരളത്തിൽ ഉടനീളം കാണാം. നമ്മുടെ പ്രാചീന ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുന്ന പുതിയ വെളിപ്പെടുത്തലുകൾ എല്ലാം തന്നെ ഇന്ന് സമൂഹ മധ്യത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. മഹാബലിയുടെ നമ്മൾ കേട്ട കഥകളെല്ലാം തന്നെ വികലങ്ങളും ചരിത്ര വിരുദ്ധങ്ങളുമാണ്. മഹാബലിയുടെ ധർമ്മിഷ്ഠമായ ഭരണത്തിൽ അസൂയമൂത്ത ദേവന്മാർ വിഷ്ണുവിന്റെ അടുത്ത് പരാതിയുമായി ചെല്ലുകയും അദ്ദേഹത്തെ കൊണ്ട് വാമനം അവതാരം കൈക്കൊണ്ട് മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിച്ചു എന്നാണ് ഇന്ന് പ്രചരിപ്പിക്കുന്ന കഥ. ധർമ്മിഷ്ഠനായ സത്യസന്ധനായ മഹാബലി ഒരു ദളിത വർഗക്കാരനായിരുന്നുവെന്നും ആ ഒറ്റ കാരണം കൊണ്ട് സവർണരെ പ്രതിനിധീകരിക്കുന്ന വാമനൻ, കാരണം വാമനൻ ധരിച്ചിരിക്കുന്ന പൂണൂലാണ് അതിനെ പ്രാമാണ്യമായിട്ട് പറയുന്നത്, യജ്ഞോപവീതം എന്ന് നമ്മൾ പറയുന്ന പൂണൂൽ, ആ ഒരൊറ്റ കാരണം കൊണ്ട് പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്ന് പറയുന്നവരും ഉണ്ട്. ഇന്ന് പല ചവിട്ട നാടകങ്ങളിലും ഇതാണ് ഓണത്തിന്റെ പ്രമേയമായിട്ട് അവർ എടുത്തു കാണിക്കുന്നത്. അപ്പൊ സവർണ അവർണ മാത്സര്യമാണ് ഇതിന് കാരണം എന്ന ഒരു വ്യാഖ്യാനവും കേട്ടുവരുന്നുണ്ട്. ഇതെല്ലാം തന്നെ അബദ്ധ ജഡിലങ്ങൾ മാത്രമാണ്. കാരണം മഹാബലി കേരളവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആഖ്യാനം പോലും ഇല്ല. വൈഷ്ണവ പുരാണങ്ങളിൽ വാമന അവതാരവും മഹാബലി വാമന ദർശനവും എല്ലാം വർണ്ണിച്ചിട്ടുണ്ട്. ഭാഗവതത്തിൽ ഇത് വളരെ നന്നായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ അതിപ്രതാപിയായിരിക്കുന്ന ബലിചക്രവർത്തി തന്റെ വീര്യം കൊണ്ട് 3 ലോകങ്ങളും അടക്കി വാണുവെന്നും അത് കഴിഞ്ഞ് 3 ലോകങ്ങളെയും കവിഞ്ഞ് അദ്ദേഹം വളരുന്ന സമയത്ത് പ്രപഞ്ചത്തിൽ ദേവ അസുര ഊർജത്തിന്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടുവെന്നും അത് വീണ്ടും പുനഃസ്ഥാപിക്കാൻ വേണ്ടി മഹാവിഷ്ണു വാമന അവതാരം എടുത്തു എന്നും മഹാബലിയുടെ യജ്ഞസ്ഥലത്ത് വാമനൻ നേരിട്ട് വരുന്നത് കണ്ട് അസുര ഗുരുവായിരിക്കുന്ന ശുക്രാചാര്യർ ഇതിന്റെ പുറകിലെ ചതിയെ മഹാബലിക്ക് പറഞ്ഞു കൊടുത്തു. എങ്കിലും അത് അംഗീകരിക്കാൻ ബലി കൂട്ടാക്കിയില്ല. സത്യവാനായ മഹാബലി തന്റെ തന്റെ വാഗ്ദാനമായിട്ട് വാമനമൂർത്തിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ 3 അടി മണ്ണ് നൽകുവാൻ തയ്യാറായി. തന്റെ രാജ്യം മുഴുവൻ സമർപ്പിക്കാൻ തയ്യാറായ മഹാബലിയുടെ മുമ്പിൽ 2 അടി കൊണ്ട് വാമനൻ സമസ്ത പ്രപഞ്ചവും അളന്നു. 3-മത്തെ അടി വയ്ക്കുവാൻ എവിടെ വയ്ക്കും എന്ന ചോദ്യത്തോടു കൂടി നിന്ന അദ്ദേഹത്തിന്റെ മുമ്പിൽ താൻ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. അല്ലെ, ദാതാവാണ് മഹാബലി. അപ്പോ കൊടുത്തേ തീരുള്ളൂ. നമ്മളൊരു വാഗ്ദാനം, പ്രത്യേകിച്ച് യജ്ഞശാലയിലെ വാഗ്ദാനങ്ങൾ നിറവേറ്റുക എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. യജ്ഞ പൂർത്തീകരണത്തിന് അത് ആവശ്യമാണ്. മഹാബലി എന്താണ്, താൻ കൊടുക്കുന്നു, താനാണ് കൊടുക്കുന്നത് എന്നുള്ളൊരു ഭാവം ഉള്ളിലുണ്ടായിരുന്നു. അല്ലെ, അത് നഷ്ടപ്പെട്ടു മഹാബലിക്ക്. അപ്പൊ മഹാബലിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അദ്ദേഹം ഭഗവാന്റെ മുമ്പില്, അതായത് വാമനമൂർത്തിയുടെ മുമ്പില് ബലി തന്റെ ശിരസ് കുനിച്ചു നിന്നു. അങ്ങനെ വിഷ്ണു പാദം ശിരസിൽ വെച്ച് മഹാബലി അനുഗ്രഹീതനായിട്ട് തീരുകയും ചെയ്തു. അടുത്ത ദേവേന്ദ്രനായിട്ട് തീരാനുള്ള അനുഗ്രഹം മാത്രമല്ല മഹാവിഷ്ണു ആയിരിക്കുന്ന വാമനമൂർത്തി അദ്ദേഹത്തിന് കൊടുത്തത്, ദേവന്മാർക്ക് പോലും സുദുർലഭമായ സുഖഭോഗങ്ങളോട് കൂടിയ സുതലത്തിലേക്ക് അദ്ദേഹത്തെ അയക്കുകയും ചെയ്തു. അവിടെ സാധാരണ ഭക്തർക്ക് കിട്ടാത്ത ഉയർന്ന ഒരു വരം കൂടി കൊടുത്തു, അങ്ങേക്ക് ഞാൻ എന്നും ദൃശ്യനായിരിക്കും. അതിന് നമ്മൾ ചില പുരാണങ്ങളിൽ പറയാറുണ്ട്, അദ്ദേഹത്തിന്റെ പാർഷദനായിട്ട്, മഹാബലി ചക്രവർത്തിക്ക് കാവൽക്കാരനായിട്ട് മഹാവിഷ്ണു അവിടെ നിൽക്കുന്നു എന്നാണ് പറയാറുള്ളത്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്, അദ്ദേഹത്തിന് എന്നും കാണാൻ പറ്റും. അല്ലെ, ഈ കണ്ണുകൾ കൊണ്ട് എനിക്ക് ദൃശ്യമായിട്ട് തന്നെ കാണാൻ സാധിക്കട്ടെ എന്നാണ് വാമനമൂർത്തി അനുഗ്രഹം കൊടുത്തത്. ഒരു ഭക്തന് ഭഗവത് ദർശനം എന്ന് പറയുന്നതാണ് ഏറ്റവും ഉയർന്ന തലം. അല്ലെ, വേറെ എന്താണ് വേണ്ടത്? ഇപ്പോഴുള്ള ദേവേന്ദ്രന്റെ കാലം കഴിഞ്ഞാൽ മഹാബലി ചക്രവർത്തി ആയിരിക്കും അടുത്ത ദേവേന്ദ്രൻ. ഇതാണ് ശരിക്കും പുരാണത്തിലുള്ള കഥ. ഇതിൽ ഒരു പരാമർശവും കേരളവുമായിട്ട് ബന്ധപ്പെടുത്തിയില്ല. നർമ്മദാ നദിയുടെ വടക്കേ കരയിൽ ആയിരുന്നു മഹാബലിയുടെ യജ്ഞസ്ഥലി. ആ സ്ഥലത്തിന്റെ പേര് ഭൃഗുഗച്ഛം എന്നായിരുന്നു. ഇതെല്ലാം പുരാണത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. റാൺ ഓഫ് ഗച്ച് എന്ന ചരിത്രകാരന്മാർ പറയുന്നത് ഇവിടെയാണ്. ആ ഒരു ഭൂജ് ആണെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. പണ്ട് നദി ഒഴുകിയിരുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇതെന്ന് ഉപഗ്രഹ പഠനം വഴി വെളിപ്പെട്ട സത്യവുമാണ്. അന്തർധാരയായിട്ടാണ് അവിടെ നദി ഒഴുകിയിരുന്നത്. അപ്പോ കേരളം എന്ന ഒരു ദേശവും ആ ദേശത്തിന് മഹാബലിയുമായിട്ട്
മഹാബലി ചക്രവർത്തിയുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്ന ഒരു ചരിത്ര രേഖകൾ പോലും ഇല്ല. വാൽമീകി രാമായണത്തിൽ സീതാദേവി ലവകുശന്മാരെ പ്രസവിക്കുന്ന വാൽമീകി ആശ്രമം ഉത്തർപ്രദേശിലാണ്. എന്നാൽ കേരളക്കാർ അത് വയനാട്ടിലാണ് എന്ന് അവകാശപ്പെടുന്നുണ്ട്. അവിടെ സീത കുളിച്ച തടാകം കണ്ണീർ തടാകം എന്നൊക്കെ മലയാളികൾ അവകാശപ്പെടുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്ര ശരിക്കും പറഞ്ഞാല് മഹാരാഷ്ട്രയിൽ അവിടെയാണ് സീത വാൽമീകി ആശ്രമം എന്ന് അവര് പറയുന്നുണ്ട്. ഗോവാക്കാർ പറയുന്നു അവിടെയാണെന്ന് അവകാശപ്പെടുന്നു. അതുപോലെ തന്നെ ദക്ഷയാഗം നടന്നത് കങ്കലം എന്ന് പറയുന്ന ഉത്തരാഖണ്ഡിലുള്ള ഒരു സ്ഥലത്താണ്. എന്നാൽ മലയാളികൾ പറയുന്നു കണ്ണൂരിലുള്ള കൊട്ടിയൂരിലാണ്, അങ്ങനെ പറയുന്നുണ്ട് അല്ലെ. ഒന്നും നമുക്ക് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. കാരണം പൗരാണിക സംഭവങ്ങൾ അവനവന്റെ നാടുകളിൽ നടന്നു എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഒരു അഭിമാനമായിട്ട് കണക്കാക്കുന്ന കാലഘട്ടമാണ് ഇന്ന്. ഇനി എങ്ങനെയാണ് മഹാബലിയും കേരളവുമായിട്ട് ബന്ധം വന്നു എന്ന് വ്യക്തമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇനി കേരളത്തിലെ പ്രസിദ്ധമായ വാമന ക്ഷേത്രമായിരിക്കുന്ന തൃക്കാക്കരയപ്പൻ സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. അതുകൊണ്ടാണോ എന്നറിയില്ല ഓണത്തിന് തൃക്കാക്കരയപ്പനെയാണ് പൂജിക്കുന്നത്, മഹാബലിയെ അല്ല. മലയാളികൾ വീട്ടിലിടുന്ന പൂക്കളത്തിന്റെ മധ്യത്തിൽ മണ്ണ് കൊണ്ടോ മരം കൊണ്ടോ ഉണ്ടാക്കി വെക്കുന്ന ഒരു മൂർത്തിയുണ്ട്, അതിനെയാണ് നമ്മൾ വാമനമൂർത്തി എന്ന് പറയുന്നത്. അത് തൃക്കാക്കരയപ്പനാണ്. തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞാൽ വാമനമൂർത്തി. അനേക വാമന ക്ഷേത്രങ്ങളുണ്ട്, എങ്കിലും തൃക്കാക്കരയപ്പൻ എറണാകുളത്തുള്ള ഈ ക്ഷേത്രമാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ളത്. അപ്പോ എന്തിനേയും പ്രമാണരഹിതമായിട്ട് വിഴുങ്ങുന്ന ഒരു സമൂഹമായിട്ട് തീർന്നിരിക്കുകയാണ് ഇന്ന് മലയാളികൾ. ശബരിമല അയ്യപ്പന്റെ മാതൃസ്ഥാനമായ സാക്ഷാൽ ജഗദംബിക ഭക്തരെ അനുഗ്രഹിക്കുന്ന മാളികപ്പുറത്തമ്മയെ ചില കഥകളില് മഹിഷിയിൽ നിന്ന് വന്ന ദേവിയാണെന്നും അയ്യപ്പനോട് വിവാഹ അഭ്യർത്ഥന നടത്തിയെന്നും നിത്യബ്രഹ്മചാരിയായിരിക്കുന്ന ഭഗവാൻ ഒരു കന്നി അയ്യപ്പൻ പോലും വരാതിരിക്കുന്ന സമയം നോക്കാമെന്ന് പറഞ്ഞതായും ഏതോ സിനിമാ കഥ എഴുതിയ അയാളുടെ ഉള്ളിലെ വികാരത്തിനനുസരിച്ച് എഴുതിയത് ഇന്നും മലയാളികൾ വിശ്വസിച്ചു പോരുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു കഥാകാരന്റെ ഉള്ളിൽ വരുന്ന എന്താ പറയാ ഇമാജിനേഷൻ, അല്ലെങ്കിൽ നമുക്ക് മിത്ത് സ്റ്റോറീസ് എന്ന് പറയാം, ആ ഇമാജിനേഷൻ പോലും മലയാളികൾ ഇന്നത് സത്യമായിട്ട് കരുതുന്നു. സാക്ഷാൽ ജഗദംബികയായിരിക്കുന്ന അയ്യപ്പന്റെ മാതൃസ്ഥാനിയായ ദേവിയാണ് ശരിക്കും മാളികപ്പുറത്തമ്മ. അവിടുത്തെ പൂജകൾ അവിടുത്തെ തന്ത്രികളല്ല ചെയ്യുന്നത്, വെളിയിലുള്ള ഒരു വിഭാഗം ആളുകളാണ് ചെയ്യുന്നത്. അവിടുത്തെ എല്ലാ താന്ത്രിക ആരാധനകളും ദേവിയെ ജഗദംബിക പരാശക്തിയായിട്ട് മാതൃസ്ഥാനത്ത് കണ്ടു തന്നെയാണ് അവിടെ ആരാധിക്കുന്നത്. ചിന്മുദ്രയിലിരിക്കുന്ന സാക്ഷാൽ ശബരിമല അയ്യപ്പന് ഒരിക്കലും ഒരു വിവാഹത്തിന്റെയോ ഒരു എന്താ പറയാ, നമ്മൾക്ക് സാധാരണ മനുഷ്യർക്ക് പറയും പോലെ ഒരു വിവാഹ പ്രപ്പോസൽ ഒക്കെ വരുമ്പോൾ അദ്ദേഹം അത് വേണ്ട എന്നൊക്കെ പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. നിത്യബ്രഹ്മചാരിയായിട്ട് മഹിഷി മർദ്ദനത്തിന് വേണ്ടി മാത്രം അവതാരം എടുത്തതാണ് അയ്യപ്പൻ. അതുപോലെ ഓണനാളുകളിൽ നമ്മൾ ഇന്ന് എന്താണ് കേരളത്തിൽ കാണുന്നതെന്ന് ചോദിച്ചാൽ വ്യാപാര സ്ഥാപനങ്ങളുടെ മുമ്പിൽ മഹാബലി ഓലക്കൂടയും ചൂടി ഒരു ഹാസ്യ കഥാപാത്രമായിട്ട് ആളുകളെ സ്വീകരിക്കുന്ന കാഴ്ച ഇത് കേരളത്തിൽ മാത്രമാണുള്ളത് അല്ലെ. ഈ അനൗചിത്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് സാക്ഷരത നേടിയ കേരളീയ ജനങ്ങളാണ് ചെയ്യുന്നതെന്ന് പ്രത്യേകം ഓർക്കേണ്ടതാണ്. മഹാബലിയും വാമനനും പൂക്കളവും ഒക്കെ ഇന്ന് കമ്പോളത്തിലെ കച്ചവട ചരക്കുകൾ മാത്രമായി തീർന്നിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഓണത്തെ സംബന്ധിച്ചുള്ള വികലമായ കാഴ്ചപ്പാടുകൾ നമ്മൾ മാറ്റണം. ഓണം വാമനനെ പൂജിക്കുന്ന സന്ദർഭമാണ്, മഹാബലിയെ അല്ല പൂജിക്കുന്നത്. മഹാബലി ശ്രേഷ്ഠനായത് കൊണ്ട് തന്നെയാണ് അടുത്ത ദേവേന്ദ്ര പദവി അദ്ദേഹത്തിന് ലഭിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹത്തെയാണ് നമ്മൾ കോമാളി വേഷം കെട്ടി റോഡിലും വ്യാപാരശാലകളിലും പ്രദർശിപ്പിക്കുന്നത്. ദേവേന്ദ്രൻ, നമ്മുടെ ശരീരത്തിൽ മനസ്സിന്റെ സ്ഥാനമാണ് ദേവേന്ദ്രൻ അല്ലെ. എല്ലാ ഇന്ദ്രിയങ്ങളും ദേവന്മാരാണ്. അതിന്റെ ഏറ്റവും ഉയർന്ന ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന അധിപതിയായിരിക്കുന്ന ദേവേന്ദ്രൻ നമ്മുടെ മനസ്സാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചിത്രീകരണങ്ങൾ നടത്തുന്ന മനസ്സിന് ഇനിയൊരു ജന്മങ്ങളിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ ചിന്തിക്കേണ്ടതാണ്. ഇനി ഭാരതത്തിലെ പ്രധാനപ്പെട്ട വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഒന്നായ ബദരിയിലെ പ്രതിഷ്ഠ ബദരി വിശാൽ എന്ന വാമനമൂർത്തിയാണ്. 2 അടി കൊണ്ട് പ്രപഞ്ചത്തെ മുഴുവൻ അളന്ന ത്രിവിക്രമമൂർത്തിയാണ് വാമനമൂർത്തി. അവിടെ ഈ ഓണ സമയത്ത് ഭഗവാന്റെ തിടമ്പ് എടുത്തുകൊണ്ടുവന്ന് മാനാഗ്രാമത്തിൽ അളകനന്ദയുടെ അതായത് ഗംഗയുടെ തീരത്തുള്ള മാതൃദേവി ക്ഷേത്രത്തിൽ വെച്ച് പൂജ ചെയ്ത് എല്ലാവർക്കും അന്നദാനം നടത്തി തിരിച്ചു കൊണ്ടുവരാറുണ്ട്. കാരണം ഇവിടെ ഓണം നടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് അവിടെയും ഇത് നടക്കുന്നത്. മഹാബലിയും ഓണവും
ഒരുമയും കൂട്ടായ്മയും ഒക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ ആചാരങ്ങളെല്ലാം അന്യമതസ്ഥരുമായിട്ട് ചേർന്ന് വികലമായി ചിത്രീകരിക്കുന്നതിൽ നിന്ന് അറിയുന്നവരെങ്കിലും മാറി നിൽക്കേണ്ടതാണ്. അല്ലെ? ചരിത്രം നന്നായിട്ട് പഠിക്കണം. ചരിത്ര വസ്തുതകളെ വളച്ചൊടിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം വരും തലമുറകൾക്ക് പകർന്നു കൊടുക്കേണ്ട ഒരു സത്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം വികലമായ ചിത്രീകരണം നമ്മൾ തന്നെ, മലയാളികൾ തന്നെയാണ് അവരവരെ മറ്റുള്ള രാജ്യക്കാരുടെ മുമ്പിൽ മോശമായി ചിത്രീകരിക്കപ്പെടാൻ കാരണമായി തീരുന്നത്. എല്ലാറ്റിന്റെയും നന്മകളെ തിരിച്ചറിഞ്ഞ് അത് ഏറ്റെടുക്കുകയും ചെയ്യണം. കടലിന്റെ അടിയിലായിരുന്ന കേരളം പരശുരാമൻ മഴുവെറിഞ്ഞാണ് പുറത്തേക്ക് കൊണ്ടുവന്നതെന്ന് നമ്മൾ പറയുന്നു. കേരളം അങ്ങനെയാണ് ഉണ്ടായത്. പരശുരാമൻ 6ാമത്തെ അവതാരമൂർത്തിയാണെങ്കിൽ എങ്ങനെയാണ് വാമനമൂർത്തി അഞ്ചാമതായിട്ടുള്ള അവതാരം ആയി വരുന്നത്? കേരളം ഭരിച്ചിരുന്ന മഹാബലി ചക്രവർത്തി ഭരിച്ചിരുന്ന സമയത്ത് വാമനമൂർത്തി വന്നു എന്ന് പറയുന്നു. കേരളം അന്ന് ഉണ്ടായിട്ടില്ല. ശരിക്കും പരശുരാമന്റെ സമയത്താണ് കേരളം എന്ന് പറയുന്ന ആ ഒരു കര മഴുവെറിഞ്ഞ് കടലിൽ നിന്ന് ഉയർന്നു വന്നാണ്. അതിന് ചരിത്രപരമായിട്ടുള്ള പല തെളിവുകളും പറയുന്നുണ്ട്. അപ്പൊ ഒന്നിനും നമുക്ക് പ്രാമാണികമായിട്ടുള്ള രേഖകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇല്ല, ഇതെല്ലാം നമുക്ക് ചിന്തിച്ചാൽ അറിയാവുന്ന വസ്തുതകൾ തന്നെയാണ്. അപ്പൊ മഹാബലി എന്നാൽ മഹാത്യാഗിയാണ്. മഹാബലി, മഹത്തായിട്ടുള്ള ബലി ചെയ്തവൻ, മഹാത്യാഗി. ബലി എന്ന് പറഞ്ഞാൽ ത്യാഗം എന്നാണ് അർത്ഥം. ഹിരണ്യകശിപുവിന്റെ മകനായിരിക്കുന്ന പ്രസിദ്ധ വൈഷ്ണവ ഭക്തനായ പ്രഹ്ലാദൻ, നമുക്കെല്ലാം അറിയാം. നരസിംഹ അവതാരത്തിന് കാരണമായ പ്രഹ്ലാദന്റെ പുത്രനായിരിക്കുന്ന വിരോചനന്റെ പുത്രനാണ് മഹാബലി. മഹാബലിയും വളരെ ഉയർന്ന വിഷ്ണു ഭക്തനാണ്. കശ്യപ അതിഥിമാർ വ്രതം നോറ്റാണ് മഹാവിഷ്ണുവിനെ പുത്രനായിട്ട് ലഭിക്കണമെന്നുള്ള ആ വ്രതത്തിന്റെ ഫലമായിട്ടാണ് വാമനമൂർത്തി മകനായിട്ട് ജനിച്ചത്. ആ ഒരു നിശ്ചയദാർഢ്യമുള്ള തപസ്സിൽ നിന്നുണ്ടായതാണ് വാമനമൂർത്തി. അപ്പൊ മഹാബലി ചിരഞ്ജീവിയാണെന്ന് പറയപ്പെടുന്നു. മഹാബലിയെ അഹങ്കാരത്തിൽ നിന്ന് ഉയർത്തി സുതലം എന്ന് പറയുന്ന ഉയർന്ന സ്ഥാനത്തേക്ക് അയക്കുകയാണ് വാമനമൂർത്തിയായി വന്ന മഹാവിഷ്ണു ചെയ്തത്. ജാതിഭേദമന്യേ നമ്മൾ നന്മകളെ മാത്രം മുൻനിർത്തി മലയാളികൾ എന്നും ആഘോഷിക്കുന്ന ഉത്സവമാണ് ഓണം. എല്ലാ മലയാളികളുടെ മനസ്സും സ്നേഹം, ദയ, കാരുണ്യം, സാഹോദര്യം തുടങ്ങിയ സദ്ഗുണങ്ങളാൽ നിറയട്ടെ. ചിന്തയും വാക്കും പ്രവൃത്തിയും ഒന്നായി തീരട്ടെ. സ്നേഹമെന്ന ആ നൂലിഴ കൊണ്ട് കോർത്ത മലയാളികൾ എന്നും ലോകത്തിന് മാതൃകയായി തീരട്ടെ. നന്മ നിറഞ്ഞ എന്താ പറയാ ഒരു ഓണം എല്ലാവർക്കും ഉണ്ടാകട്ടെ. മനസ്സിൽ ഐശ്വര്യം നിറയട്ടെ. ഈ ഭൂമിയിൽ നമ്മള് എന്താ പറയാ ശരീരമെടുത്ത് വന്നു കഴിഞ്ഞു. ഇനി ശരീരം ഉപേക്ഷിച്ച് പോകുന്നതുവരെയുള്ള ഒരു സമയം, അതാണ് നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്ന സമയം എന്ന് പറയുന്നത്. അതിനു മുമ്പേ ചെയ്യാൻ കഴിയുന്ന നന്മകള് നമുക്ക് സമൂഹത്തിനും കുടുംബത്തിനും എല്ലാം ചെയ്യാം. ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഈ ഒരു പുതിയ തിരുവോണം വരുന്ന ഈ സന്ദർഭത്തിൽ എല്ലാവർക്കും ഐശ്വര്യപൂർണമായിരിക്കുന്ന ശാന്തിയും സമാധാനവുമുള്ള ഒരു ഓണം കാലം നേർന്നുകൊണ്ട് ദേവിയുടെ പൂർണ്ണമായിരിക്കുന്ന അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.